ചേട്ടാ, ഇന്നത്തെ എക്സാം കൂടെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവാം. ഇനി പഠിത്തമൊക്കെ അവിടെ തന്നെ ആയിരിക്കും. ഇന്ന് വരുമെന്നൊന്നും അറിയില്ല. നമ്മുടെ സ്കൂളും ഫ്രണ്ട്സും എല്ലാത്തിനും ഞാൻ മിസ് ചെയ്യും. നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്യും. അപ്പോൾ ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ കാണാം. സൈക്കിളും പഞ്ചറായി. അവൾ പോയി കാണുവാടാ. ഇല്ലായിരിക്കും. എന്നാൽ വേഗം നടക്കുക. ആ നടക്കുക. Biggest crush on Deepika when I was only 6, drinking out my fucking sippy cup. Mama, can you please take my brown ass to India? എല്ലാരും കല്യാണത്തിന് പോയിക്കോടാ. അതൊന്നും എനിക്ക് അറിഞ്ഞു. ഇതുമായിട്ട് നിന്റെ കാലം ഉണങ്ങില്ലയോടാ? അടങ്ങി അടിക്കാം. നീ ഒരു കാര്യം പറയാണ്ട് കേക്ക് മേടിച്ചു തരാം. എടാ മേടിച്ചു തരാം. നീ ഒന്ന് കേക്ക്. എടാ നിനക്ക് ദീപു അറിയാവോ? എടാ നമ്മുടെ സ്കൂളിൽ പഠിച്ച ദീപിക. ഇതെങ്ങനെയുണ്ട്? ട്രൈ ചെയ്താണ്. ഇതുവരെ അല്ല, നിനക്ക് അവിയെ പറഞ്ഞു. എടാ അവിടെ നമ്പർ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചെയ്ത് കിട്ടിയടാ എനിക്ക്. ഇപ്പൊ കോണ്ടാക്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് വഴിയാണ്. നമ്മുടെ പ്രിയൊക്കെ ഉണ്ട്. നല്ല ലുക്കാടാ അവള്. അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. നിനക്കറിയാലോ 10ാം ക്ലാസ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ റിലേഷനാണ്. ആ സമയത്തൊന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. എന്നാ ബാംഗ്ലൂരിൽ പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ബാംഗ്ലൂർ ഷിഫ്റ്റ് ആയ ദിവസമാണ് ഞാൻ അത് ലാസ്റ്റ് കാണുന്നത്. അത് കാണാനായിട്ട് ചെന്നപ്പം കാണാനും പറ്റില്ല. കാറ് പോകുന്നായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ അന്ന് ആ മിററിൽ അവരുടെ മുഖം കണ്ടപ്പോ അപ്പോഴെനിക്ക് മനസ്സിലായത് അവനെന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവനെ മിസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്നാണ് അവളെ ഞാൻ മിസ് ചെയ്യുന്നത്. നീ എന്നോട് ഇത്രയും കൂടുതലായിട്ട് എന്നത് പറയേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന കാര്യമില്ല ഇതൊക്കെ. 10ാം ക്ലാസ് മുതൽ കൂടെ ഉണ്ടായിരുന്നല്ലോ നേരിൽ പോലെ. ബാംഗ്ലൂർ എൻ്റെ റിലേഷൻ ഭയങ്കര മുമ്പായിരുന്നു. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതുമല്ല അവിടെ ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുവാന്നൊക്കെ പ്രിയ പറഞ്ഞു. ഫുൾ അപ്ഡേറ്റ് ആണല്ലോ. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യണോ, വിളിക്കണോ, ടെക്സ്റ്റ് ചെയ്യണോ. 10 വർഷം ഗ്യാപ്പ് ആയിടാ. എന്നെ ഓർമ്മ ഉണ്ടെന്നോ അറിയാതെ എങ്ങനെയാ പെട്ടെന്ന് ഒരു ദിവസം ഇല്ല വിളിച്ചു നോക്കണം. 10 വർഷം കഴിഞ്ഞു വിളിച്ച് സംസാരിക്കാൻ എനിക്ക് ചെമ്മടാ. ടെക്സ്റ്റ് ചെയ്യാം. എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ആ സമയത്ത് ഇഷ്ടത്തിലായിരുന്നു. അപ്പം നീ തന്നെ വിളിച്ച് സംസാരിക്കും. പരിചയമെങ്കിലൊന്നും പുതുക്കാമല്ലോ. അതേ രീതിയിൽ നീ വിളിക്കണോ, ടെക്സ്റ്റ് ചെയ്യണോ, ഫോളോ ചെയ്യണോ? അല്ലല്ല ഞാൻ എന്തായാലും കുഴപ്പമില്ല. ധൈര്യമായിട്ട് തന്നെ വിളിക്കും. ഞാൻ വിളിക്കാം അല്ലേ? താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി